കൊച്ചി നഗരം ഉണർന്നു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം രാവിലെ 4:30. ഞാനൊരു യാത്രയ്ക്ക് ഉള്ള തയ്യാറെടുപ്പിലാണ്. യാത്ര പോവുകയാണ് എറണാകുളത്തു നിന്നും കാശ്മീർ വരെ. രാവിലെ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അതിനുവേണ്ടി ഊബറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി വിമാനത്താവളം എത്തി, ഡൊമസ്റ്റിക് ടെർമിനൽ. ഇപ്പോൾ സമയം 5 മണിയായി. എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഡിജി യാത്ര എന്ന് പറയുന്ന ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയും നമ്മുടെ ബോർഡിംഗ് പാസ് ഉൾപ്പെടെ ഡീറ്റെയിൽസ് അതിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഒരിടത്തും നിൽക്കേണ്ട, നേരെ നമുക്ക് ഫ്രീ ആയിട്ട് കയറി പോവാം. അത് കൊച്ചിയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം നമുക്ക് കിട്ടുക നമ്മൾ ഡൽഹിയിൽ ചെല്ലുമ്പോഴാണ്. ഡൽഹി എയർപോർട്ട് എന്ന് പറയുന്നത് വളരെ വലിയ എയർപോർട്ട്, അതുകൊണ്ട് തന്നെ എപ്പോഴും ക്യൂ ആയിരിക്കും. ഡിജി യാത്ര ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുറച്ച് തിരക്ക് പിടിച്ചുള്ള അല്ലെങ്കിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള യാത്രയൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. കാശ്മീരിൽ ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. കാശ്മീർ എത്ര തവണ കണ്ടാലും നമുക്ക് മതി വരാത്ത ഒരു ഭൂമിയാണ്. അതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഒരു കാശ്മീരിനെയല്ല നമ്മൾ എല്ലാ പ്രാവശ്യവും കാണുന്നത്. പ്രകൃതിക്ക് പല മുഖങ്ങളാണ് കാശ്മീർ. നവംബർ തൊട്ട് ഫെബ്രുവരി വരെയുള്ള നല്ല വിന്റർ സീസൺ, മഞ്ഞുകാലം, എല്ലാം വെള്ള പുതച്ച കാശ്മീർ. അത് കഴിയുമ്പോൾ ഒരു മാർച്ച് പകുതി തുടങ്ങിയിട്ട് ഏപ്രിൽ മെയ്യിൽ അവസാനിക്കുന്ന വസന്തകാലം, നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ്, ട്യൂലിപ്പ് പൂക്കൾ, കടുകുപാടം, എല്ലാം അങ്ങനെ പല നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞുകൊണ്ടുള്ള അങ്ങനത്തെ ഒരു കാശ്മീർ. അത് കഴിഞ്ഞാൽ പിന്നെ ഓഗസ്റ്റ് തൊട്ട് തുടങ്ങുന്ന ആപ്പിൾ സീസണിൻ്റെ കാശ്മീർ, പച്ചപ്പുള്ള നല്ല അങ്ങനെ ഹരിതാഭമായിട്ടുള്ള ഒരു കാശ്മീർ. കാശ്മീർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ ഒരു എളുപ്പത്തിലുള്ള യാത്ര, പെട്ടെന്നുള്ള യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് വിമാനമായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ കൊച്ചി, ഡൽഹി, ശ്രീനഗർ, ഇതാണ് പൊതുവെയുള്ള ഒരു റൂട്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ജമ്മു കാശ്മീരിൽ നല്ല മഴയും മഞ്ഞുവീഴ്ചയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു. യാത്രയ്ക്ക് മുമ്പ് ഞങ്ങൾ വളരെ അത് ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടാണ് പോയത്. ഈ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവും. ഈ ജമ്മു ശ്രീനഗർ എന്ന് പറയുന്ന ഹൈവേ, അതാണ് പ്രധാനപ്പെട്ട ഒരു ഞരമ്പ് എന്ന് വെച്ചാൽ ആ രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡ്. മണ്ണ് വീഴ്ച എപ്പോഴും ഉണ്ടാവുന്ന പ്രദേശമാണ്. മണ്ണ് വീഴ്ച ഉണ്ടായാൽ ആ റോഡ് മൊത്തം ബ്ലോക്ക് ആവും. ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനത്തെ മണ്ണ് വീഴ്ച ഉണ്ടാവുകയും അത് ഉടൻ തന്നെ വണ്ടികൾ വന്ന് മാറ്റുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സമയമായിരുന്നു. ജമ്മു മലകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. റോഡ് സൈഡ് മൊത്തം ഈ നമ്മൾ കാണുന്ന പാറയുള്ള മലകളുള്ള അങ്ങനത്തെ ഒരു പ്രദേശമാണ്. കാശ്മീർ മഞ്ഞ് നിറഞ്ഞ ഒരു പ്രദേശമാണ്. പറയുമ്പോൾ ജമ്മു കാശ്മീർ എന്ന് പറയുമെങ്കിലും രണ്ട് പ്രദേശവും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാശ്മീരാണ് മഞ്ഞിന്റെ ഭംഗി. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയെ എപ്പോഴാണ് കാലാവസ്ഥ മാറുക എന്ന് പറയാൻ പറ്റില്ല. നല്ല വെയിൽ കണ്ടിട്ട് ഇങ്ങനെ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് മൂടും, പെട്ടെന്ന് മഞ്ഞ് വീഴും, പെട്ടെന്ന് മഴ പെയ്യും. ഒരു കാലാവസ്ഥയും ഇവിടെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്നാണ് ആലിപ്പഴം കാറിന്റെ ചില്ലിൽ പട്ടാന്ന് വീഴാൻ തുടങ്ങി. പെട്ടെന്ന് ഇരുട്ടായി, പെട്ടെന്ന് മഴ പെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലത്തെ വെയിൽ കണ്ടിട്ട് ഇന്ന് ഇങ്ങനെയായിരിക്കും കാലാവസ്ഥ എന്നൊന്നും ഒരിടത്തും പ്രവചിക്കാൻ പറ്റില്ല. പെട്ടെന്നാണ് ഇവിടെ എല്ലാ കാലാവസ്ഥയും മാറുക. ജമ്മുന്ന് ശ്രീനഗറിലേക്ക് വരുന്നതിനിടയ്ക്ക് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട് പ്രധാനപ്പെട്ടിട്ട്. അത് പത്നി ടോപ്പ് എന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് നമ്മൾ വരുന്നത് ശ്രീനഗറിന്റെ കാശ്മീരിന്റെ ഏരിയയിലേക്കാണ്. കാശ്മീരിന്റെ ഏരിയ എന്ന് പറയുന്നത് ആ ഏരിയയിലാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ തന്നെയും. ഗുൽമാർഗ്, സോനാമാർഗ്, പഹൽഗാം, അങ്ങനെയുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ തന്നെയും കാശ്മീരിൽ ശ്രീനഗറിൻ്റെ അടുത്തുള്ള ഒക്കെ 100 കിലോമീറ്റർ അകലേക്കുള്ള സ്ഥലങ്ങളാണ്. ഈ ജമ്മുവിൽ നിന്നും പത്നി ടോപ്പ് വഴി നമ്മൾക്ക് പഹൽഗാമിലേക്ക് വരാം.
ശ്രീനഗറിൽ നിന്നും പഹൽഗാമിലേക്ക് പോകാം. അതാണ് സാധാരണ ടൂർ ഓപ്പറേറ്റേഴ്സ് ചെയ്യുന്നത്. ശ്രീനഗർ ടു പഹൽഗാം അതൊരു യാത്രയാണ്. പഹൽഗാമിൽ 2 ദിവസം ശരിക്കും പറഞ്ഞാൽ താമസിക്കാനുണ്ട് നമുക്ക്. അങ്ങനത്തെ കൂടുതൽ കാഴ്ചകൾ കാണാനുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ചുറ്റും അറിയപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആറു വാലി, ബേതാബ് വാലി, ചന്ദൻ വാലി, ബൈസാരൻ വാലി, അങ്ങനെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാം കാണേണ്ടതാണ്. ഇതെല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റില്ല. 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് കണ്ടിട്ട് വരാനുള്ള സ്ഥലങ്ങൾ പഹൽഗാമിലുണ്ട്. ഈ പഹൽഗാമിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കാശ്മീരിലെ മിക്ക ടൂറിസ്റ്റ് പ്ലേസുകളിലും ഒരു പരിധി വരെ നമ്മളെ കൊണ്ടുപോകുന്ന വണ്ടികൾ ടാക്സി പോവുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് അവിടുത്തെ ആ ലൊക്കേഷനിൽ യൂണിയൻ ടാക്സി എന്ന് പറയും. അവിടെ തന്നെയുള്ള ഒരു ഫിക്സഡ് റേറ്റ് ആണ്. ഇപ്പോൾ പഹൽഗാം എന്ന് ഏതെങ്കിലും 2 വാലിയിൽ പോകണം, 1 വാലിയിൽ പോകണം എന്ന് പറഞ്ഞാൽ ഇത്ര രൂപ എന്ന് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഒഫീഷ്യലി പറയുന്നതാണ്. അപ്പോൾ അത് അവിടുന്ന് അവരുടെ ടാക്സിയിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ വണ്ടിയല്ല, വണ്ടി മാറിയിട്ട് പോകണം. ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലും പോണി റൈഡിൻ്റെ ആവശ്യം വരും. കുതിര പുറത്ത് പോകേണ്ടതാണ്. അത് നമുക്ക് മറ്റൊരു വണ്ടിയും പോകില്ല. അങ്ങനെ കുതിരപ്പുറത്ത് പോകുന്നതിനും അവിടെ ഒരു എമൗണ്ട് ഉണ്ട്. ബാർഗെയിൻ ചെയ്തൊക്കെ നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും 2 ദിവസം വേണം പഹൽഗാമിൽ. ഇപ്പൊ പോകുന്നത് ആറു വാലിയിലേക്കാണ്. ഇതുവരെ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു കൂടിയ മഞ്ഞ് കാരണം. ഇപ്പൊ മഞ്ഞ് മാറ്റിക്കൊണ്ട് റോഡ് തുറന്നിട്ടേ ഉള്ളൂ. ഇന്നലെ എങ്ങാണ്ടാണ് തുറന്നത്. അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞും കാഴ്ചകളും കണ്ടുകൊണ്ട് ആറു വാലി ഒരു വല്ലാത്ത അനുഭവമാണത്. ആ യാത്ര മൊത്തം ഇങ്ങനെ മഞ്ഞിലൂടെ ഇങ്ങനെയുള്ള ഒരു യാത്ര. അതിസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം. ഈ വർഷം കാശ്മീരിലെ വൈകിയാണ് മഞ്ഞ് വീഴ്ച തുടങ്ങിയത്. സാധാരണ നവംബർ ഡിസംബറിലൊക്കെ നല്ല വിന്റർ ആവുന്നത് ഈ വർഷം ഉണ്ടായില്ല. പകരം ഫെബ്രുവരി മാർച്ചിലാണ് മഞ്ഞ് വീഴ്ച തുടങ്ങിയത്. അതുകൊണ്ടാണ് മാർച്ച് മാസം ആദ്യം ടൂർ വരാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത്. മഞ്ഞ് വീഴ്ചയുടെ എല്ലാ ഫ്രഷ്നെസ്സും പ്രദേശം മുഴുവൻ മഞ്ഞ് മൂടി നിറഞ്ഞു കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആറു വാലി അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആറു വാലി എന്ന് മാത്രമല്ല, ഇവിടുത്തെ മിക്ക ടൂറിസ്റ്റ് സ്പോട്ടുകളും അതിശക്തമായ മഞ്ഞ് വീഴ്ച കാരണം അടച്ചിട്ടിരിക്കുകയായിരുന്നു. വണ്ടികൾ വിടുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ടാണ് അതൊക്കെ ഓരോന്ന് തുറന്നിരിക്കുന്നത്. ആറു വാലി ഇന്നലെയാണ് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ യാത്രക്കാരായിട്ട് ഞങ്ങൾക്ക് ഇന്നിവിടെ വരാൻ പറ്റി. പെഹൽഗാമിൽ നിന്ന് ഒരു പോണി റൈഡ്, കുതിര സവാരി, അത് ബൈസാരൻ വാലിയിലേക്കാണ്. അതിന് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയും.
ആ യാത്ര എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലിങ്ങനെ കിടക്കും. പൈൻ മരങ്ങൾ ഇങ്ങനെ മഞ്ഞ് ഉതിർന്നു വീഴുന്ന, മഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന പൈൻ മരങ്ങൾക്കിടയിലൂടെ, മഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ വാരി പോക്കറ്റിലിടാൻ തോന്നുന്ന തരത്തിലുള്ള ഭംഗിയുള്ള മഞ്ഞിന്റെ ഇടയിലൂടെയുള്ള യാത്ര. അതൊരു വല്ലാത്ത അനുഭവമാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു വാലിയിലെത്തും. അവിടെ എത്തി ചുറ്റും മലകളാണ്, മഞ്ഞാണ്. അതിനെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് വേറൊരു പേര്. അതൊരു നല്ല അനുഭവമാണ് ആ യാത്ര. കാശ്മീർ യാത്ര തുടരുകയാണ്. പഹൽഗാമിലെ മറ്റ് കാഴ്ചകളും ഗുൽമാർഗ്, സോനാമാർഗ്, ശ്രീനഗർ തുടങ്ങിയ അതിസുന്ദരമായ സ്ഥലങ്ങളിലെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.